ചൈൽഡ്ഹുഡ് ട്രോമ PCOD ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് PCOD ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾ നേരത്തെ ഏർലി ലൈഫിൽ അനുഭവിച്ച എന്തെങ്കിലും സ്ട്രെസ്സ് കാരണമാണ് നിങ്ങൾക്ക് PCOD വന്നത് എന്ന് സെൽഫായിട്ട് ഫീൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഏർലി ലൈഫിൽ നമുക്ക് വരുന്ന സ്ട്രെസ്സ് നമ്മുടെ ബോഡി എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് HPA ആക്സിസ് ആണ്. അതായത് ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ആക്സിസ് ആണ്. ഈ ആക്സിസ് ഒരുപാട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്റെഗുലേറ്റഡ് ആവുകയും അത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതുകൂടാതെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള LH, FSH, ഈസ്ട്രജൻ, അതുപോലെ തന്നെ ആൻഡ്രോജൻസ് ഒക്കെയും വേരിയേഷൻ വരും. ഇത് കാരണം ലേറ്റർ ഓൺ PCOD ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണം PCOD ഡെവലപ്പ് ചെയ്ത ആൾക്കാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത PCOD ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാണെന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് പൊതുവേ കാണുന്ന ഒരു സൊല്യൂഷനായിട്ട് തേടി പോകുന്നത് കൗൺസിലിംഗ് ആണ്. ആക്ച്വലി കൗൺസിലിങ്ങിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് തെറാപ്പി എടുക്കലാണ്. സോ ഗോ ഫോർ എ തെറാപ്പി.